പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ രാത്രിയും ഞാൻ ഉറങ്ങിയിട്ടില്ല. സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു. എന്തിനാണ് ദൈവം ഇത്രയധികം എന്നെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ മനഃപൂർവ്വം ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഒരാൾക്കും ഒരു പ്രയാസവും എൻ്റെ അടുത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഞാൻ ഇത്രയധികം വേദനിക്കേണ്ടി വരുന്നു. എല്ലാത്തിലും ദൈവം എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടാകും അല്ലേ? എനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കഴിയാവുന്ന വിധമൊക്കെ അധ്വാനിച്ച് എൻ്റെ കുട്ടികളെ പോറ്റണം, അവരെ പഠിപ്പിക്കണം. ചെറിയ മോളെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുപ്പിച്ച് നഴ്സറിയിലാക്കണം. പക്ഷേ അതൊന്നുമിനി എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ കാലൊന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല. ഒരിറ്റു വെള്ളം പോലും തൊണ്ടയിലൂടെ ഇറങ്ങുന്നില്ല. ഇത്രയധികം വേദന ഒരാളും സഹിക്കുന്നുണ്ടാവില്ല. രോഗസന്ദർശനത്തിന് ഇറങ്ങിയ ഒരു ദിവസം കേട്ട അനേകം ദുഃഖഭരിതമായ വാക്കുകളിൽ ഒന്നാണിത്. നെഞ്ചു പിടയുന്ന അനുഭവങ്ങൾ മാത്രം കൂട്ടിനുള്ള എണ്ണമറ്റ രോഗികളുടെ കൂട്ടത്തിൽ ഒരുവൾ. പ്രതീക്ഷയും സ്വപ്നങ്ങളും സൗഭാഗ്യത്തിനില്ലാത്ത സാധുക്കൾ. എങ്ങനെ ചിന്തിച്ചാലും ശുഭകരമല്ലാത്ത കാഴ്ചകൾ മാത്രം വിധിക്കപ്പെട്ട കുറെ പേർ. അടുത്ത നേരത്തെ അന്നം അവർക്ക് വലിയ ആശങ്കയുള്ള പ്രശ്നമാണ്. അത്ര തന്നെ ആശങ്കയുള്ളതാണ് ഓരോ നേരത്തെ മരുന്നുകളും. വീഴാറായ വീടും പുരനിറഞ്ഞ പെൺകുട്ടികളും ഒരുപാട് അകലെയൊന്നുമല്ല, വളരെ അടുത്താണ്. ആ യുവതിയുടെ 4 വയസ്സുകാരിയായ പിഞ്ചുമോൾ ഉമ്മയുടെ കൈപ്പടത്തിൽ ഉഴിഞ്ഞുകൊടുത്തുകൊണ്ട് കരയുന്നു. ആ കുട്ടിയുടെ വാടി വലഞ്ഞ മുഖം കാണുമ്പോൾ ആശ്വാസവാക്കുകളെല്ലാം അസ്തമിക്കുന്നു. കളിയും ചിരിയും മറന്ന ആ കുട്ടി കണ്ണീരു കലർന്ന വഴിയിലൂടെയാണ് ജീവിതം തുടങ്ങുന്നത്. ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ കൊച്ചു കൊച്ചു ഉൾവെളിച്ചം പ്രകാശം പരത്തുന്നത്. ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നവരാണ് നമ്മൾ. കൊതിച്ച പലതും കൈവരാതെ പോയല്ലോ, ആശിച്ച പലതും കൈവിട്ടു പോയല്ലോ എന്ന് വിലപിക്കുന്നവർ. ഇതാ ഇവരെയൊക്കെയൊന്ന് പോയി കണ്ടു നോക്കൂ. അപ്പോഴറിയാം നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും നഷ്ടങ്ങളായിരുന്നില്ല എന്ന്. ഈ ജീവിതം അത്ര വലിയ പ്രതിഭാസമൊന്നുമല്ല, ഒരു ചെറിയ ശ്വാസവേള മാത്രമാണ്. ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലെ എണ്ണിയെടുക്കാവുന്ന ഏതാനും ശ്വാസങ്ങൾ. അതിനിടയ്ക്ക് കുറച്ച് സന്തോഷങ്ങൾ, കുറെ ദുഃഖങ്ങൾ, നേട്ടങ്ങൾ, നഷ്ടങ്ങൾ, ബന്ധങ്ങൾ. അതൊക്കെ അനുഭവിച്ച് തീരുമ്പോഴേക്ക് ജീവിതവും തീർന്നു. ബാല്യ കൗമാര യൗവന സുഖങ്ങൾക്കൊടുവിൽ വാർദ്ധക്യവും രോഗവും. കൈക്കുമ്പിളിൽ നിന്ന് അറിയാതെ തുള്ളിപ്പോകുന്ന മഴവെള്ളം പോലൊരു ജീവിതം. നമ്മൾ ഒട്ടും ആഗ്രഹിക്കാതെ തന്നെ ആനന്ദമില്ലാത്തത് അനുഭവിക്കേണ്ടി വരുന്നു. എപ്പോഴും ഓർത്തുവെക്കേണ്ട വാക്കുകളുണ്ട്. സിറിയയിലെ പ്രമുഖ പണ്ഡിതനും പരിഷ്കർത്താവുമായ ഡോക്ടർ മുസ്തഫ സബായി എഴുതുന്നു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജയിൽ സന്ദർശിക്കുക. പരമദയാലുവായ ദൈവമേകിയ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യമറിയാം. ആയുസ്സിലൊരിക്കൽ കോടതിയിൽ ചെല്ലുക. ആ വലിയ ന്യായാധിപൻ നൽകിയ നീതിയുടെ വിലയറിയാം. മാസത്തിലൊരിക്കൽ ഒരു ആശുപത്രി സന്ദർശിക്കുക. അവൻ കനിഞ്ഞരുളിയ ആരോഗ്യത്തിന്റെ അനുഗ്രഹമറിയാം. ആഴ്ചയിലൊരിക്കൽ പൂന്തോപ്പിൽ പോകുക. ആ സ്നേഹനിധി സുന്ദരമാക്കി നിർത്തിയ പ്രകൃതിയെ കണ്ണു നിറയെ കാണുക. ദിവസത്തിൽ ഒരു വട്ടം ലൈബ്രറിയിൽ പോകുക. അവൻ നൽകിയ ചിന്താശക്തി അറിയാം. ഓരോ നിമിഷവും നന്ദിയോടെ അവനുമായി ബന്ധം പുലർത്തുക. താങ്കൾക്ക് നൽകിയ ജീവിതാനുഗ്രഹങ്ങൾ ബോധ്യമാകും. എന്തൊക്കെ സംഭവിച്ചാൽ തന്നെയും നിരാശനാവാതെ, എല്ലാ വാതിലുകളും അടഞ്ഞിരുന്നാലും നിഗൂഢതയിൽ നിനക്കു മാത്രം ദർശിക്കാനുതകുന്ന ഒരു വഴി തുറന്നു തന്നെ ഇരിക്കുന്നുണ്ടാകും. ആ വഴിയുടെ അവസാനത്തിലാകട്ടെ ഒരുപാട് അനുഗ്രഹങ്ങളും. നന്ദിയുള്ളവനാവുക.
ആഗ്രഹങ്ങൾ സാധിച്ച ശേഷമല്ല, അതിനു മുന്നേ തന്നെ എല്ലായ്പ്പോഴും നന്ദിയുള്ളവനാവുക. നന്ദി.